ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്താ നടക്കുന്നത്? യുവതലമുറകളുടെ ഇടയിൽ എന്താണ് അവർക്ക് സംഭവിച്ചത്? എന്ത് പറ്റി? ഇതാരാണ് ഇതിനൊക്കെ കാരണക്കാർ? മാതാപിതാക്കളാണോ? അത് സ്കൂളാണോ? സ്കൂളിൽ നമ്മൾ കണ്ടതല്ലേ, ഇപ്പം SSLC പരീക്ഷ തുടങ്ങുമ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞ് കുട്ടി ഫെയർവെല്ല് ഡേയിൽ എന്താ സംഭവിച്ചത്? കാറ് കുട്ടികൾ അടിച്ചു, ആ ദിവസം അടിച്ച് പൊളിക്കാൻ വേണ്ടിയൊക്കെ വലിയ വിലയുള്ള കാറും ഒക്കെ ആയിട്ട് വന്നു. അതും റെൻറ്റിനെടുത്തിട്ട് പിള്ളേർ അന്നത്തെ സ്കൂളിൽ അടിച്ച് കയറി കാറ് സ്പീഡിൽ കൊണ്ടുവന്ന് അന്ന് ടീച്ചേഴ്സ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു വലിയൊരു മരണം സംഭവിച്ചേനെ. അത് ടീച്ചേഴ്സിൻ്റെ സമുചിതമായ ഒരു ഇടപെടൽ നിമിത്തം ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് സ്കൂളിൽ രക്ഷപ്പെട്ടു. അപ്പോൾ എന്ത് പറ്റി? ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ വാർത്തകളൊക്കെ എടുത്തു വച്ചിരിക്കുക ന്യൂസ് പേപ്പറിൽ. നമുക്ക് എന്തെല്ലാം വാർത്തകൾ, കൊലപാതകം, ഷഹബാസിൻ മരിച്ചത്, പിന്നെ ചുറ്റിക വെച്ച് 5 പേരെ കൊലപ്പെടുത്തിയത്, ചുറ്റികയൊക്കെ, ദൈവമേ, ഇതൊക്കെ എന്ത് പറ്റുന്നു? എവിടെ നിന്ന് ഈ കുട്ടികൾ ഇതെല്ലാം പഠിക്കുന്നത്? ഇപ്പം രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഇന്നെല്ലായിടത്തും ചർച്ചാ വിഷയമാണ് ഇന്നത്തെ യുവതലമുറകളെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച്. യുവക്കൾ എങ്ങോട്ടാണ് അവരുടെ പോക്ക്? ഇതിന് കാരണക്കാരാരാണ്? അവർക്ക് എല്ലാ വിദ്യാഭ്യാസങ്ങളും പേരൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിൽ അവർക്ക് അതിനുള്ള വഴികൾ, വലിയ സ്കൂളുകൾ അതിൻ്റെ ഇന്നെല്ലാം എന്താ പറയുക, ഭയങ്കര വലിയ നിലവാരത്തിലൊക്കെയാണ് സ്കൂളുകളൊക്കെ. കോമ്പറ്റീഷനാണ്. വലിയ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വലിയ സ്കൂളുകളിൽ എത്ര ഫീസ് കൊടുത്താലും അവർക്ക് അതൊന്നും പ്രശ്നമല്ല. വീട് പണയത്ത് വെച്ചാലും ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പേരൻസ് നെട്ടോട്ട് ഓടുവാണ്. നെട്ടോട്ട് ഓടുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവങ്ങൾ, ഒരു പയ്യൻ, യുവാവ്, ഒരു കുടുംബത്തിലെ ബന്ധുക്കളെല്ലാം, അവരുടെ സ്വന്തക്കാരെല്ലാം തലയ്ക്കടിച്ച് ചുറ്റിക വെച്ച് അടിച്ച് കൊല്ലുന്നു. പിന്നെ കുട്ടികൾ തമ്മിൽ ഇന്ന് നെഞ്ചിനിട്ട് തൻ്റെ കയ്യൂക്ക് കൊണ്ട് നെഞ്ചിലിട്ട് ഇടിക്കുന്നു, തലയ്ക്കടിച്ച് തലയോട് പൊട്ടാൻ മാത്രം ഇത്രയും. അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ശത്രുത മനോഭാവം. എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ. എല്ലാവരും അഭിപ്രായങ്ങൾ പറയാണ്. പള്ളിയിൽ ചെന്നാലും അഭിപ്രായങ്ങൾ, സ്കൂൾ ടീച്ചേഴ്സ് ശരിയല്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ ശരിയല്ല, മക്കൾ ശരിയല്ല, മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, എല്ലാവരും പരസ്പരം ഇന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണക്കാർ ഒരു കാരണം ഞാൻ പറയാം. സ്കൂളുകളിൽ കാറ്റഗിസവും എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികൾക്ക് വേദോപദേശം ക്ലാസ് സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. മുസ്ലിംസിനെ അവരുടേതായ കാറ്റഗിസ ആ ലെവലിൽ പഠിപ്പിക്കുമായിരുന്നു. ഖുറാനും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിനൊരു സ്ഥാനം ഉണ്ടായിരുന്നു സ്കൂൾ സമയത്ത്. ഈ വേദ പാഠത്തിനൊക്കെ കാറ്റഗിസം, ഇതിനൊക്കെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ സ്ഥാനം ആ സ്കൂളിൽ നിന്ന് എന്ന് ദൈവീകപരമായിട്ട് മതപരമായ കാര്യങ്ങൾ എന്ന് സ്കൂളിൽ നിന്ന് നീക്കം ചെയ്തോ, അപ്പോൾ കുട്ടികളിൽ ആ ഒരു വൈകാരിക സ്വഭാവത്തിൽ നിന്ന് മാറ്റം വന്നു. മനസ്സിലായി? ഇപ്പം കാരണം അന്ന് ആ കാറ്റഗിസം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ മുസ്ലിംസിന് വേറെ അവരുടേതായ മതപഠന ക്ലാസ്, ഹിന്ദുക്കൾക്കാണെങ്കിലും അവരുടേതായ മതപഠന ക്ലാസ്സൊക്കെ സ്കൂളിലുണ്ടായിരുന്നു ഒരു കാലത്ത്. ക്രിസ്ത്യൻസിന് ഉണ്ടായിരുന്നു. അങ്ങനെ 3 എല്ലാവർക്കും മതപരമായ തരത്തിൽ ആ സ്കൂളുകളിൽ പ്രാധാന്യം കൊടുത്തിരുന്ന ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ ഈ കുട്ടികളൊക്കെ നല്ല കുഞ്ഞുങ്ങളായിരുന്നു. കാരണം അവിടെ സ്നേഹം പഠിപ്പിക്കുമായിരുന്നു, സ്നേഹിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അവരുടെ സൃഷ്ടാവിനെക്കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. എന്ന് സ്കൂളിൽ നിന്ന് ആ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് സ്കൂളിൽ നിന്ന് നീക്കം ചെയ്തോ തുടങ്ങി, അന്ന് കുട്ടികളിൽ ഈ ഒരു പ്രവണത. കാരണം ആരിൽ നിന്നാണ് പഠിക്കുക? മാതാപിതാക്കൾക്ക് സമയമില്ല. അവർ ചിലപ്പോൾ 2 പേരും ജോലിക്ക് പോണവരായിരിക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കൊരു നല്ല കാര്യം പറയാൻ, അവരെ ഒന്ന് കേൾക്കാൻ ആരുമില്ല. മനസ്സിലായോ? ഇതൊക്കെ കുട്ടികളിൽ ഇങ്ങനെ ആ കുഞ്ഞു പ്രായത്തിൽ LKG മുതൽ ഈ കുട്ടികളിൽ അത് ആ മാനസികമായിട്ടുള്ള സങ്കടങ്ങളുണ്ടല്ലോ, അതിങ്ങനെ പതിഞ്ഞ് അടിഞ്ഞാണ്
പതുക്കെ പതുക്കെ ഇവരൊക്കെ ക്രിമിനലാകുന്നത്. ഇപ്പം പിന്നെ മൊബൈൽ ഒരു കാരണം പറയുന്നുണ്ട്, മൊബൈലാണ്. എന്തുകൊണ്ടാണ് ഈ മൊബൈൽ കുട്ടികൾ മൊബൈലിൽ അഡിക്റ്റാകുന്നത്? കാരണം അവർക്ക് വേറെ, കാരണം ഇന്നെല്ലാവരും ഒരു മക്കളൊക്കെ ഉള്ളൂ. അതുമല്ല പേരൻസ് തൊട്ടടുത്ത വീട്ടിലോട്ടൊന്നും അവരെ കളിക്കാൻ വിടൂല. എൻ്റെ മോൻ പഠിക്കണം, ട്യൂഷൻ ഇതേ ആ കുട്ടി കേൾക്കുന്നുള്ളൂ. മനസ്സിലായോ? പഠിത്തം കൂടിയപ്പോൾ എന്താ ഭ്രാന്ത്, തലയ്ക്ക് ഭ്രാന്ത്. കുട്ടികൾക്കറിയില്ല ഇന്ന് എങ്ങനെ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ. ആരെങ്കിലും വഴക്കിട്ടാൽ അതിനെ ഒന്ന് നല്ല രീതിയിൽ കോംപ്രമൈസിൽ കൊണ്ടുവരാൻ ഒരു കുഞ്ഞിന് പോലും കഴിയത്തില്ല. ആർക്കും വോയിസ് ഇല്ല. മനസ്സിലായി? കാരണം നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ കുട്ടികൾക്ക് ആ വോയിസ്, മോനെ അതങ്ങനെ എടാ അങ്ങനെ ചെയ്യില്ലേടാ, അത് തെറ്റാണ്, എടാ നമ്മൾ ഫ്രണ്ട്സല്ലേടാ എന്ന് പറയാൻ ആർക്കവിടെ വോയിസ് ഉണ്ട്? കാരണം കുട്ടികളിൽ അവരുടെ കഴിവുകളെ മനസ്സിലാക്കാതെ പേരൻസും ടീച്ചേഴ്സും എല്ലാവർക്കും ഇതിനൊരു ബാധ്യതയുണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ ക്രിമിനലാകാൻ കാരണം നമ്മളെല്ലാവരും, ഞാനും ഈ സമൂഹം മുഴുവൻ അതിന് ബാധ്യസ്ഥരാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്ന ഒന്നാമത് വേദോപദേശ ക്ലാസ്, കാറ്റഗിസം, മതപരമായിട്ടുള്ള എല്ലാം എന്ന് സ്കൂളിൽ നിന്ന് മാറിയതാണ്. അതൊക്കെ ഒത്തിരി സഹായമായിരുന്നു കുഞ്ഞുങ്ങൾ അത് സ്കൂളിൽ നിന്നാണ് ആ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ മാതാപിതാക്കളിങ്ങനെ സെൽഫിഷ് ആവുകയാണ്. കുട്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്രണ്ട്സ് വാടാ പോവാ, നിങ്ങൾ അവൻ വരുന്നില്ല, അവന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ളത് മറ്റുള്ളവരായിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു വിട്ടാൽ ഇച്ചിരി കൂടുതൽ കൊടുത്തിട്ട് ആ മക്കളെ ഒന്ന് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക. നല്ല അമ്മമാർ പറയുക ആ കുഞ്ഞിന്, മോനെ ആരെങ്കിലും കഴിക്കാതെയൊക്കെ വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത്. ഇന്നെങ്ങനെയാണ് എല്ലാവരും അവനവൻ്റെ ടിഫിനിൽ ഇങ്ങനെ കുട്ടികൾ സെൽഫിഷായിട്ട് തന്നെ. കാരണം പണ്ടത്തെ ആ സ്കൂളിൽ ഇതൊക്കെ പോയി കേട്ടോ. പണ്ട് സ്കൂളിൽ ഒരാളോ രണ്ടോ പേര് ടിഫിൻ കൊണ്ടുവരികയുള്ള, ബാക്കിയുള്ളവർ പട്ടിണിക്കായിരിക്കും. പക്ഷേ അതെല്ലാവരും കൂടെ 10 പേര് കഴിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കുട്ടികളെല്ലാം അവനവൻ്റെ മാതാപിതാക്കൾക്ക് അതിൽ ഒരു ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഈ സ്കൂൾ കാലത്ത് തന്നെ അവരിൽ സെൽഫിഷ് ആക്കുകയാണ് മാതാപിതാക്കൾ. ആരുമായിട്ട് ഷെയർ ചെയ്തു, അവൻ എന്ത് വാങ്ങിച്ച് ചോദിച്ചാലും ഉടനെ കൊടുക്കുക, അത് അവന് മാത്രമുള്ളത്. മോനെ ഇത് ആർക്കും കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് അത് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. കുഞ്ഞിലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാർക്കും കൊടുക്കില്ല, നിനക്കുള്ളതാണ്, ഇത് ആർക്കും കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഒതുക്കി. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാനിവിടെ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അപ്പം എനിക്ക് താഴത്തെ 3-4 കെട്ടിടം നിലകളുണ്ട്. അപ്പം താഴത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എനിക്കിവിടെ ഇഷ്ടംപോലെ ജാമ്പക്കയുണ്ട്, പപ്പായയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ. മറ്റുള്ള എല്ലാവർക്കും ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഞാൻ തന്നാൽ നോക്കി, ഇതെൻ്റെ ജാമ്പക്കയാണ് കേട്ടോ. കണ്ടോ? ഇതൊക്കെ പിള്ളേരെ പിള്ളേർക്ക് സ്കൂൾ തലത്തിൽ അവർക്ക് ചെടികളെല്ലാം കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക, സ്കൂളിൽ മാത്രം വളർത്താതെ നിങ്ങൾ ടീച്ചേഴ്സ് വീട്ടിൽ അവർക്ക് അതിൻ്റെ തൈ എല്ലാം കൊടുത്തിട്ട് അവരോട് പറയണം, അതിനെ നോക്കണം. എന്നിട്ട് ജാമ്പയ്ക്കൊക്കെ ഇതുപോലെ തൈകൾ കൊടുക്കുക പിള്ളേർക്ക്, മുളക്. എന്നിട്ട് അത് ഇപ്പോൾ ജാമ്പയ്ക്കൊക്കെ തൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾ വളർത്തി അത് വലുതാകുമ്പോൾ അത് സ്കൂളിൽ കൊണ്ടുവന്ന് പിള്ളേരുമായിട്ട് ഷെയർ ചെയ്യാൻ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുക അവരെ. വേറെ ഒന്നും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ കുട്ടികളിലെ അക്രമാസക്ത അതൊക്കെ എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ വെറുതെ, കാരണം പഠിത്തം കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേർ മടുത്ത് ഇന്ന് ട്യൂഷൻ സ്കൂള് ട്യൂഷൻ ഇങ്ങനെ പോവുകയാണ്. മാതാപിതാക്കളോട്ട് യാതൊരു ബന്ധവുമില്ല. സ്കൂളും ട്യൂഷനും വീട് കിടന്നുറങ്ങാനും തിന്നാനും മാത്രം വരാനും വേണ്ടിയാണ്. ബാക്കിയെല്ലാം സ്കൂളും ട്യൂഷനുമാണ്. സ്കൂൾ കഴിഞ്ഞ ഉടനെ കുട്ടിയെ ട്യൂഷന് വിടുക, ട്യൂഷൻ വിട്ട് കയറി വരുന്നത് രാത്രിയായിരിക്കും. പിന്നെ അവിടെ ഒരു സംസാരമൊന്നുമില്ല. പിന്നെ വല്ലതും കഴിച്ചെങ്കിലായി, മാതാപിതാക്കൾ സംസാരിച്ചെങ്കിലായി. കാരണം ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല, അവർക്ക് അവരുടേതായ ജോലി. മാതാപിതാക്കൾ ജോലിയുള്ളവരാണെങ്കിലും അവർ ജോലിയും കഴിഞ്ഞ് വന്ന് പിന്നെ അവർ അടുക്കളയിൽ കുട്ടിയെ കേൾക്കാനോ ഒന്നും ആരുമില്ല. ഇന്ന് അതൊക്കെയാണ് സംഭവിച്ചത് കേട്ടോ. ഈ കുട്ടികളിൽ മാനസികമായിട്ട് അവരെ കേൾക്കാൻ ആരുമില്ല. സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിക്കുക, അവരവരുടെ പോർഷൻസ് തീർക്കാൻ വേണ്ടി മാക്സിമം അതൊക്കെ പഠിപ്പിച്ച് തീർക്കുക. അല്ലെങ്കിൽ അവരൊന്ന് കേൾക്കാൻ ടീച്ചേഴ്സ് ഒന്നും തയ്യാറല്ല, അവർക്ക് അതിനുള്ള സമയമില്ല.
മനസ്സിലായോ? പിന്നെ ഞാൻ പറയണ സ്കൂളിൽ ഈ കുട്ടികൾ LKG ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഈ യൂറോപ്യൻ സ്റ്റൈൽ കൊണ്ടുവരിക എന്നുവെച്ചാൽ അവരൊക്കെ പഠിച്ച് ഒരു കുട്ടി ഒരു നിൽക്കാറാകുമ്പോഴേക്കും കുട്ടിയെ ജോലിക്ക് എന്നുവെച്ചാൽ അവരെ കൊണ്ട് തന്നെ അവരെ അങ്ങ് വിടുക. അവർ തന്നെത്താൻ ജോലി കണ്ടുപിടിക്കട്ടെ. അവർ സ്കൂൾ തലത്തിൽ അതിനൊരവസരം കൊടുക്കുക കുട്ടികൾക്ക് ജോലി ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ അവർ ജോലി ചെയ്ത് സമ്പാദിക്കട്ടെ. എന്താണ് ഇപ്പോൾ അവരെ കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് തുണികൾ ഇഷ്ടംപോലെ കുറച്ച് തലയണ ഉറകളെല്ലാം സ്കൂളിൽ വെച്ച് കുട്ടികളെ പഠിപ്പിച്ച് അത് ഓരോരുത്തർക്കും ഒരു പൈസ അതിന് വേണ്ടി ഒരു റേറ്റ് പറയുക. അത് ഇങ്ങനെ കൂട്ടി എന്നിട്ട് ആ കുട്ടിക്ക് ഈ കുട്ടിയുടെ ഫീസ് അവനവന് തന്നെ അടയ്ക്കണം. പേരൻസിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. മനസ്സിലായി? ഈ ഫീസ് എന്ന് വെച്ചാൽ അങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സ്കൂൾ തലത്തിൽ തന്നെ ജോലി കൊടുത്ത് പഠനവും നടക്കണം, അവർ ജോലിയും നടക്കണം. മനസ്സിലായോ? അപ്പം കാരണം എന്നിട്ട് ഈ സ്കൂളിൽ വെച്ച് ചെയ്യുന്ന ജോലി വീട്ടിൽ വെച്ചല്ല, സ്കൂളിൽ വെച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇപ്പം തോട്ടം സ്കൂളിൽ തോട്ടമൊക്കെ നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം നനയ്ക്കുക, അതിനൊക്കെ കുട്ടികൾക്ക് ഒരു ചെറിയ റേറ്റ് നിങ്ങൾ അത് ഏർപ്പാട് ചെയ്യുക. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും സ്കൂളിൽ കുട്ടികൾക്ക് ഒരു ജോലി കൊടുക്കുക എന്നുവെച്ചാൽ അത് അവരെ കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക. അവർ പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുക്കുക. തയ്യൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മറ്റേ അടുക്കള കിച്ചൺ പണികൾ എന്തെങ്കിലും. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് അത് സ്കൂൾ തലത്തിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നിട്ട് അവർക്കൊരു റേറ്റ് കൊടുക്കുക. കുട്ടികളുടെ ഫീസ് കുട്ടികളെ കൊണ്ട് തന്നെ അടപ്പിക്കുക. പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് ഒരു നിയമം സ്കൂളിൽ കൊണ്ടുവരണം. കുട്ടികളുടെ ഫീസ് കുട്ടികൾ തന്നെ അടയ്ക്കണം. അത് അവരൊക്കെ അതിനുള്ള വഴികൾ ഗവൺമെൻറ് ആ സ്കൂൾ തലത്തിൽ തന്നെ ഒരു നിയമം കൊണ്ടുവരിക, പഠിപ്പിക്കുക, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഒരു തരത്തിലും പേരൻസിനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. മനസ്സിലായി? ഈ പേരൻസിൽ നിന്നും പൈസ കിട്ടാതെ വരുമ്പോഴാണല്ലോ ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്, പിള്ളേർ യുവാക്കൾ. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് ഒരു വരുമാനം നിങ്ങൾ കൊടുക്കുക. ഒരു വരുമാനം, അതിനുള്ള ഒരു ട്രെയിനിങ്, എന്തെങ്കിലും ഒരു ജോലി അവിടെ സ്കൂൾ തലത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് അവരെ ഒരു തൊഴിലിന് നിങ്ങൾ അവരെ പ്രബുദ്ധരാക്കുക അവരെ. അപ്പം പഠനവും നടക്കണം. ഈ പഠനത്തിലൂടെ അവർ ജോലി ചെയ്ത് അവരെ പഠനവും പൂർത്തിയാക്കണം. അപ്പോൾ അവർക്കൊരു എയിമുണ്ട്, ഇനി ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ ഈ പൈസ ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ പഠനത്തിന് വേണ്ടി. ആ ഒരു ലക്ഷ്യത്തിൽ കുട്ടികളെത്തും. ഇതിപ്പോൾ ഇന്ന് എന്തോ നടക്കുന്നത്, പേരൻസ് ഇവന്മാർ പോവുക, അവിടെ സ്കൂളിൽ അടിച്ചു പൊളിക്കുക, തല്ലി പൊളിക്കുക, മാക്സിമം അക്രമങ്ങൾ ചെയ്യുക. എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വല്ല സമാധാനം ഉണ്ടാകും. പിന്നെ പേരൻസ് തിന്ന് ഇത് തന്നെയല്ലേ നടക്കുന്നത്. അവിടെ വല്ല സ്നേഹമുണ്ടോ? ഞാൻ പറഞ്ഞ അവരെ ഒറ്റയ്ക്ക് കുട്ടികളെ ആണായാലും പെണ്ണായാലും എല്ലാവരും അവരവരുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനായിട്ട് അവരെ പ്രബുദ്ധരാക്കുക. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ജോലി പഠിപ്പിക്കുക, അതിനുള്ള ട്രെയിനിങ് എന്തെല്ലാം ഗവൺമെൻറ്റിന് അവരെ കൊണ്ട് ഒരു ജോലി നാളെ കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയാലും ഒറ്റയ്ക്ക് നിൽക്കത്തക്ക വിധത്തിൽ അവർക്കൊരു വരുമാനം ഉണ്ടാകാൻ നിങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തുക. അപ്പോൾ കുട്ടികൾ നന്നാവും. വേറെ ഒരിടത്തും അവർ പോകത്തില്ല. യുവാക്കൾ മൊബൈൽ ഇപ്പം മൊബൈൽ അവർ അഡിക്റ്റാണെന്ന് അത് ആദ്യം കുറ്റമല്ല. കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. മൊബൈൽ കണ്ടുപിടിച്ചവനെ വേണം. അത് നല്ലതുമാണ് ഒരു കണക്കിന് നല്ലത്, ഒരു കണക്കിന് യുവാക്കൾക്ക് അത് മൊബൈലാണ് ഏറ്റവും വലിയ നാശം സംഭവിച്ച മൊബൈലാണ്. അത് നല്ലതാണ്, പക്ഷേ ഇന്നത്തെ യുവതലമുറ എല്ലാം നശിച്ചത് ഈ മൊബൈൽ കാരണമാണ്. ഈ മൊബൈലിലൂടെ എന്തെല്ലാം സിനിമകൾ. കാരണം ഈ കുട്ടികൾ ഇത്രയും വയലൻ്റ് ആകാൻ കാരണം ഈ മൊബൈലിൽ കാണുന്ന എല്ലാ ചുറ്റിക വെച്ചൊക്കെ തലയ്ക്ക് അടിച്ചാൽ എങ്ങനെ കൊല്ലുന്നു, ഇതെങ്ങനെ അറിഞ്ഞു ഇവൻ? ഈ 10-15 വയസ്സുള്ള കുട്ടികൾ 10-27 എത്രയായാലും എങ്ങനെ അത് തോന്നുന്നു തലയ്ക്ക് ഒരാളെ ചുറ്റിക, ജീവനുള്ള ഒരാളെ? അത് എന്നറിയാം, മനസ്സിൽ നിന്ന് ഉള്ള ദൈവിക ചിന്തകൾ എന്ന് മാറുന്നു അന്ന് സാത്താൻ കുടികൊള്ളുവാണ്. മനസ്സിലായി? അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്തിൻ്റെ പോക്ക് അങ്ങനെ. ഇന്ന് ആർക്കും മതത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. അത് ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മതം എന്നുവെച്ചാൽ ദൈവിക ചിന്തയുണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റും. ഇന്ന് അതൊന്നുമില്ല. സ്കൂളിൽ നിന്ന് അതെല്ലാം അറുത്ത് മുറിച്ച് കളഞ്ഞിരിക്കുകയല്ലേ. കാറ്റഗിസവും എല്ലാ മതക്കാരുടെയും അധ്യാപക മതങ്ങളെക്കുറിച്ചുള്ള സ്കൂളിൽ നിന്ന് അത് അറുത്ത് മുറിച്ചതോടുകൂടി പിള്ളേരുടെ ആ ദൈവികത, ആ സ്നേഹം
അത് മുറിക്കുന്നത് മതങ്ങളെ ദൈവത്തെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്നേഹം മുറിച്ചെന്നുള്ള അർത്ഥമാണ്. മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. ഇന്ന് മനുഷ്യൻ മൃഗമാവുകയാണ്, മൃഗമാണ്. അത് എപ്പോൾ വേണേലും അത് പൊങ്ങി വരാം, ആ മൃഗത്തിൻ്റെ സ്വഭാവം. മനസ്സിലായോ? ഇപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൈസ കിട്ടാത്തതിൻ്റെ ഈ പൈസയാണ് ഇതിനെല്ലാം. പൈസയ്ക്ക് വേണ്ടിയാണ്. ജീവിക്കണമെങ്കിൽ പൈസ വേണം. പൈസ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഒരു വരുമാനം പിള്ളേർക്ക് കൊടുക്കുക, അവരെ പ്രബുദ്ധരാക്കുക. ജോലി സ്കൂൾ തലത്തിൽ തന്നെ അവർ പഠിക്കുകയും വേണം, അവരെ ഫീസ് കണ്ടെത്തണം. ആ ഫീസ് കണ്ടെത്താനായിട്ട് സ്കൂൾ തലത്തിൽ തന്നെ അവരെ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിക്കണം. മനസ്സിലായി? ഇന്ന് ഒരു കുഞ്ഞും, അതായത് 4ാം ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് കോളേജ് തലം വരെ ഒരു കുഞ്ഞും മാതാപിതാക്കളിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ പാടില്ല. തന്നെത്താൻ അവരെ കൊണ്ട് ഒരു തൊഴിലുറപ്പ് പഠിപ്പിച്ചാൽ ഇത് ഒരു വലിയ അവന് ഇഷ്ടമുള്ള ഒരു വർക്കാണെങ്കിൽ അത് അവൻ അതിനു വേണ്ടി ജീവിക്കും. മനസ്സിലായോ? അത് അവന് ഹരോ. കാരണം ഇന്ന് അവന് ഒന്നും ലക്ഷ്യമില്ല. കാരണം എല്ലാ മാതാപിതാക്കൾ തരും, ചോദിക്കുന്നതൊക്കെ കൊടുക്കും മാതാപിതാക്കൾ. അപ്പം കാറ് വേണം, ഉടനെ കാറ്, എനിക്ക് ഇത്രയും കാശ് വേണം. പക്ഷേ ഇത് ഒരു നിയമം വരണം. മാതാപിതാക്കളിൽ നിന്ന് ഒരു കുട്ടിയും ഫീസ് വാങ്ങിക്കാൻ പാടില്ല. കാരണം അവരെ അതിനുവേണ്ടി സ്കൂൾ തലത്തിൽ അവരെ അതിനുള്ള തൊഴിലുറപ്പ് പദ്ധതി പഠിപ്പിക്കണം. അവരെ എന്ത് തൊഴിലും, എന്നിട്ട് അത് അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് വരുമാനം അതിനുള്ള ഒരു പീരീഡ് വെക്കണം അവർക്ക്. അത് അവരുടെ മാനസിക ഉല്ലാസത്തിന് ഇത് നല്ലതാണ്. അവർക്ക് ഇപ്പം ചിലവർക്ക് തോട്ടത്തിനോടായിരിക്കാം ഇഷ്ടം. അപ്പോൾ ആ ലെവലിൽ ഓരോരുത്തരുടെയും ഇത് കണ്ട് മനസ്സിലാക്കി ടീച്ചേഴ്സിന് അറിയാമല്ലോ ഒരു കുഞ്ഞിന് എന്തിനോടാണ് ചിലർക്ക് ഇൻസ്ട്രുമെൻസിനോടായിരിക്കും. അതിനൊക്കെ നിങ്ങൾ വഴിയൊരുക്കുക. കൊച്ചിനെ ഒന്ന് ഒരു തൊഴിലുറപ്പ് പദ്ധതി ആ സ്കൂളിൽ നടപ്പിലാക്കുക. അന്ന് ആ കുട്ടികൾ വേറെ ഒരു വഴിക്കും പോകത്തില്ല. കുട്ടികൾ ഒരു തെറ്റായ വഴിക്കും പോകത്തില്ല. ഇത് ഒരു മാതാപിതാക്കളെയും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ടീച്ചേഴ്സിനെയും കുറ്റപ്പെടുത്തിയിട്ടുള്ള ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം വേറൊന്നും കൗൺസിലിങ് എല്ലാ കുട്ടികൾക്കല്ല. പിന്നെ വേറൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ അക്രമാസക്തരായ കുട്ടികൾ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 5 പേരെ കൊന്നു, ചുറ്റിക വെച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെയുള്ള പിള്ളേരെ എവിടെയാണ് കൊണ്ടുപോകണത്? അതിനുവേണ്ടി പ്രത്യേക ജയിലുണ്ട് അല്ലേ? പ്രായമാകാത്ത കുട്ടികൾക്ക് വേണ്ടി ജയിലുണ്ട്. എന്നിട്ട് ഒരു സമയം കഴിയുമ്പോൾ ഈ പിള്ളേരെ തിരിച്ച് വിടുമല്ലോ. പിന്നെ എല്ലാവരും ആ കുട്ടിയെ എങ്ങനെയാണ് കാണുന്നത്? അവരെ ക്രിമിനലായിട്ടേ കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഗവൺമെൻറ് ഒരു സ്കൂള് ഇങ്ങനെയുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ, എന്നുവെച്ചാൽ ക്രിമിനൽ ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്രിമിനൽ വാസനയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങളൊരു സ്കൂള്, എന്നുവെച്ചാൽ ആ സ്കൂളെന്ന് പറയുന്നത് ടീച്ചേഴ്സൊക്കെ നല്ല എല്ലാ കൗൺസിലിംഗ് കൊടുക്കുന്നവരായിരിക്കണം, നല്ല വെൽ ടീച്ചേഴ്സ് ആയിരിക്കണം. വെൽ എഡ്യൂക്കേറ്റഡ് മീൻസ് ആത്മീയ തലത്തിൽ കുട്ടികളെ മനസ്സിലാക്കുന്ന കൗൺസിലിംഗ് ഒക്കെ അറിയാവുന്ന ടീച്ചേഴ്സൊക്കെ ആയിരിക്കണം അവിടെ ആ സ്കൂളിൽ. എനിക്ക് തോന്നുന്നു ജയിൽ കഴിഞ്ഞാൽ ഈ പിള്ളേർ സ്കൂളിൽ, കാരണം വീട്ടിൽ ഇനിയിപ്പം അയൽവക്കോ ആരും ഈ കുട്ടിയെ അംഗീകരിക്കത്തില്ല. ക്രിമിനലായിട്ട് അവൻ എന്നും ക്രിമിനലാണ്, അവൻ കൊലപാതകനാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടികളെ സ്കൂളിൽ ഇനി ചേർക്കണമെങ്കിൽ ഇവന് പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് ഒരു സ്കൂൾ ഇതുപോലെ ക്രിമിനലായിട്ടുള്ള കുട്ടികൾക്കൊരു സ്കൂൾ വെച്ച് അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. അവരെ പിന്നെയും ആ പഴയ തലത്തിലേക്ക് തള്ളിവിടാതെ ഒരു സ്കൂൾ ഇതിനു വേണ്ടി, ക്രിമിനൽസിന് വേണ്ടി, അത് നല്ല പേരുള്ള ഫേമസ്, അത് ആരും അറിയരുത് അങ്ങനെ ഒരു സ്കൂൾ ഈ പിള്ളേർക്ക് വേണം. എന്നിട്ട് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഈ കുട്ടികൾ നോക്കിക്കോ നാളത്തെ നല്ല പൗരന്മാരായിട്ട് വളരും. അതല്ല ജയിൽ കഴിഞ്ഞിട്ട് തിരിച്ച് ഇവരെ വീട്ടിലോട്ട് നിങ്ങൾ ആരും അംഗീകരിക്കത്തില്ല. അവൻ കൊലയാളി തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അവരെ ക്രിമിനൽസിന് ഒരു സ്കൂള് നിങ്ങൾ അവിടെ തന്നെ സ്കൂളൊക്കെ തുടങ്ങുവാണെങ്കിൽ അത് കുട്ടികളെ വീണ്ടും നല്ല രീതിയിൽ ആ കുട്ടികൾ നന്നായിട്ട് വരാൻ സാധിക്കും. അതൊക്കെ നമുക്ക് ഇതിങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാവരും ആലോചിക്കുക എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊക്കെ ചെയ്യും. കുട്ടികൾക്ക് അവർക്ക് ഒരു വരുമാന മാർഗത്തിനുള്ള അവരെ ഒരു തൊഴിലുറപ്പ് പദ്ധതി, അത് തൊഴിലുറപ്പ് കുട്ടികൾ ഫീസ് കണ്ടെത്താൻ, കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവനവൻ തന്നെ ഫീസ് കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി സ്കൂളുകളിൽ തന്നെ അവരെ അതിന് ഏർപ്പാട് ചെയ്യുക ഗവൺമെൻറ്.
അവർക്കത് വേണം, അവരെ പഠിപ്പിക്കണം, നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ. അവർ മാതാപിതാക്കളെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യരുത്. പാവപ്പെട്ട മാതാപിതാക്കൾ എന്ത് ചെയ്യും? കാശില്ലാത്തവരാണെങ്കിൽ കൊല്ലാനേ പറ്റുള്ളൂ. പൈസ തന്നില്ലെങ്കിൽ അവൻ വയലൻ്റ് ആകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ എന്ത് ചെയ്യണം? സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ഒരു തൊഴിലുറപ്പ് പദ്ധതി, എന്തെങ്കിലും അവന് എന്താണ് താല്പര്യം അത് വെച്ച് അവന് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കണം. അവൻ്റെ ഫീസ് അവനെ കൊണ്ട് തന്നെ അടപ്പിക്കണം. അപ്പോൾ അതിനുള്ള ബാങ്കോ അതെല്ലാം ടീച്ചേഴ്സ് സ്കൂളിൽ അത് അറേഞ്ച് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ ഈ ജയിലിൽ പോയ ഇത്രയും ക്രിമിനലുള്ള കുട്ടികളെ ജയിലിൽ അടച്ചിട്ട് തിരിച്ച് ഇവർ വന്നാൽ സ്കൂളിലൊന്നും ആരും കയറ്റത്തില്ല. അപ്പോൾ ഈ പിള്ളേർക്ക് നല്ല രീതിയിൽ ഒരു സ്കൂള് അവർക്ക് വേണ്ടി ഗവൺമെൻറ് സ്ഥാപിക്കുകയാണെങ്കിൽ, അവർക്ക് വേണ്ടി ഒരു സ്കൂൾ വെക്കുകയാണെങ്കിൽ ഈ ക്രിമിനൽ ആയിട്ടുള്ള കുട്ടികളെ അവർ പഠിപ്പിച്ചെടുക്കണം. അവരെ നല്ല നല്ല പൗരന്മാരായിട്ടും. ചിലപ്പോൾ അവർക്ക് ആ ജയിലിൽ നിന്ന് തന്നെ അവർക്ക് നല്ല ചിലപ്പം മാറ്റങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ പശ്ചാത്താപം, ഒരു ഞാൻ ചെയ്തു പോയല്ലോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഒരു മനസ്താപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്കൊരു പുതിയ ആളാണ്. പക്ഷേ തിരിച്ചവർ വീട്ടിലോട്ടാണ് വരുന്നത്. സ്കൂളിൽ പോയാൽ ആരും നോക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. ഇങ്ങനത്തെ പ്രതികരണമാണെങ്കിൽ അവൻ വീണ്ടും ക്രിമിനലിന് മേലെ ക്രിമിനലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക ഒരു സ്കൂളുകൾ നല്ലതായിരിക്കും, സജ്ജീകരിക്കുന്നത് നല്ലതായിരിക്കും. ഈ കുട്ടികളെ ക്രിമിനൽസ് എന്ന് പറയരുത്. അത് ഒരു സാഹചര്യം വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പിള്ളേരെ, ജയിലിൽ നിന്ന് വരുന്ന പിള്ളേരെ ഒരു നല്ല സ്കൂളുകളിൽ അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അവർക്ക് ഒരു സ്കൂള് അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അവരെ മുന്നോട്ട് നല്ല മക്കളായിട്ട് കൊണ്ടുവരാനായിട്ട്, നാളത്തെ നല്ല പൗരരായിട്ട് കൊണ്ടുവരാനായിട്ട് അതിനുള്ള സ്കൂള് ഏർപ്പാട് ചെയ്യുക. തൊഴിലുറപ്പ്, കുട്ടികൾക്ക് തൊഴിലുറപ്പ് പദ്ധതി മസ്റ്റായിട്ട് വേണം. കാരണം മാതാപിതാക്കളെ ആശ്രയിക്കാതെ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും തൊഴിലുറപ്പ് പദ്ധതി സ്കൂളുകളിൽ തന്നെ തുടങ്ങണം. കുട്ടികൾക്കൊരു വരുമാന മാർഗം അവിടെ ഉണ്ടാക്കണം. എല്ലാ ബാങ്ക് അക്കൗണ്ടും ഒക്കെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഗവൺമെൻറ്, ഇതൊക്കെ ചെയ്യും. ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങി കുട്ടികളുടെ പേർക്ക് തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി. എന്നിട്ട് അവരെ ഒരു വരുമാന മാർഗം, സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പഠിപ്പിക്കുക. ഇനി ഇന്നലകളൊക്കെ പോട്ട്, ഇനിയുള്ള അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കുക ഗവൺമെൻറ് നമ്മളെല്ലാവരും. പിന്നെ സിനിമയ്ക്ക് ഇന്ന് കമൽ സാറ് പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിൽ, സിനിമയ്ക്ക് ശരിക്കും, കാരണം ഈ വലിയ വലിയ ആക്ടേഴ്സിനെ കണ്ടാണ് ഫോളോ ചെയ്യുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർ. ഇപ്പോൾ പറഞ്ഞില്ലേ രജനികാന്ത്, അവൻ ഇങ്ങനെ സിഗരറ്റ് വലിച്ച് അവനൊരു വലിയ ആക്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ച് അവൻ്റെ ചുണ്ടിൽ കൂടെ എന്താണ് സിഗരറ്റ് വരുന്നു. ഇതെല്ലാം ഈ യുവതലമുറ അത് ഫോളോ ചെയ്യുകയാണ്, മനസ്സിലായി. അപ്പം ഈ സിനിമയ്ക്ക് അതിലൊരു വലിയൊരു സ്ഥാനമുണ്ട്. അത് ഈ സിഗരറ്റ് ഈ പാൻ പരാഗ് അങ്ങനത്തെയുള്ള ലഹരി അതൊന്നും സിനിമയിൽ വരാൻ പാടില്ല. അതില്ലാതെ സിനിമയില്ലെങ്കിൽ സിനിമ ഇല്ലെങ്കിലും വേണ്ട. എന്തിനാ സിനിമ? ഈ സിനിമയൊക്കെ തന്നെയാണ് ഈ ഇപ്പോഴത്തെ തലമുറ ചീത്തയാകാൻ കാരണം. സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. ഇന്ന് ഈ സിനിമ ഇന്നത്തെ പയ്യന്മാർക്ക്, ഇന്ന് ആക്ട് ചെയ്യുന്ന കമൽ സാർ പറഞ്ഞാണ്, ഇന്ന് ആക്ട് ചെയ്യുന്നവർക്ക് സിഗരറ്റ് വേണം, ലഹരി വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ സിനിമ ഓടത്തുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ വേണം, ഈ തലമുറയെ വേണം. ഇനി നല്ലൊരു തലമുറയെ വാർത്തെടുക്കണോ? നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ എല്ലാവരും എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക. ഇത് ഗവൺമെൻറ് ഇടപെട്ട്, അല്ലെങ്കിൽ ഈ സിഗരറ്റും ഈ പാൻപരാഗ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കുക. ആ നല്ല തലമുറയ്ക്ക് വേണ്ടി അവരെ ഓർത്തെങ്കിലും എല്ലാവരും ഒത്തൊരുമയോടുകൂടി അത് തീരുമാനങ്ങൾ എടുത്താലേ ഇനി നാളത്തെ നല്ല തലമുറയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി കഴിഞ്ഞതെല്ലാം നമ്മൾ ആരെയും നിൻ്റെ മകനാണ് ഇത് ചെയ്തത്, നിൻ്റെ മകനാണ് ഇത് കൊന്നത്, നിൻ്റെ സ്കൂളാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയേണ്ട സാഹചര്യമല്ല. ഇതുമല്ല ഇപ്പോഴും ചെറുപ്പക്കാർ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന അവസാനം അവരിലെ ആ കഴിവുണ്ടല്ലോ, അത് നമ്മൾ അവരെ തളർത്തുവാണ് ശരിക്കും. ദൈവമേ, ആരും അങ്ങനെയൊന്നും കാണിക്കില്ല. അവരോടൊന്നും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്നും ആരെയും ഒന്നും പറയണ്ട. നമുക്ക് പരസ്പരം വിരൽ ചൂണ്ടാനുള്ള അവകാശമില്ല. ഞാനൊരു വിരൽ ചൂണ്ടിയ ബാക്കി വിരൽ മുഴുവൻ എൻ്റെ നേർക്കാണ്. എനിക്കും ഇതിൽ പങ്കുണ്ട്. ഒരു മകൻ തെറ്റായ രീതിയിൽ പോകുന്നെങ്കിൽ അതിലെനിക്കും പങ്കുണ്ട്. എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ ഈ സമൂഹത്താണ് ജീവിക്കുന്നത്. ദയവ് ചെയ്ത്
ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, അവരെ ഒരു തൊഴിലുറപ്പിന് അവരെ അവരെ ഒരു ബാധ്യസ്ഥരാക്കുക. മാതാപിതാക്കളിൽ നിന്ന് കാശ് വാങ്ങിക്കാതെ സ്വന്തമായിട്ട് അവർ ജോലി ചെയ്ത് കാശുണ്ടാക്കി സ്കൂളിൽ നിന്ന് തന്നെ അവർക്കതൊരു വരുമാന മാർഗം ഇട്ട് അവരുടെ പേരിൽ സ്കൂളിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ഇത് വേണം. പിന്നെ അത് ഞാൻ പറയണ ജയിലിൽ പോയ മക്കളുണ്ടല്ലോ, ഈ പ്രായപൂർത്തിയാകാതെ ജയിലിൽ പോകേണ്ടി വന്ന അങ്ങനെയുള്ളവരെ അവർ തിരിച്ചു വരുമ്പോൾ, അവരുടെ കാലാവധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരും സ്വീകരിക്കത്തില്ല. സ്കൂളുകൾ സ്വീകരിക്കില്ല, വീട്ടുകാരും ആരും സ്വീകരിക്കത്തില്ല. അപ്പോൾ ഇവരെ ആ തലത്തിൽ വീണ്ടും താഴോട്ട് അവരെ വിടാതെ അവരെ നല്ല സ്കൂളുകളിൽ ക്രിമിനൽസിന് വേണ്ടി, അതാരും അറിയാം, നല്ലൊരു സ്കൂൾ ക്രിമിനൽസിന് വേണ്ടി അപ്പോൾ അവിടെ തന്നെ അറേഞ്ച് ചെയ്യുക. ക്രിമിനൽ അവിടുന്ന് അവരെ അവർ റിലീസായി കഴിഞ്ഞാൽ അവരെ ഏത് സ്കൂളിൽ പഠിക്കണം, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്കൂള് എന്നുവെച്ചാൽ കൗൺസിലിങ്ങും ഒക്കെ ഉള്ള നല്ല സ്കൂളുകൾ അവർക്ക് വേണ്ടി ക്രമീകരിച്ചാൽ ഈ മക്കൾ, ഈ ക്രിമിനൽസ് മക്കൾ നല്ല ദൈവ വിചാരമുള്ള മനുഷ്യനാക്കി മാറ്റുന്ന മക്കളായിട്ട് മാറും. മനസ്സിലായി? ഇന്ന് നമ്മളിലെല്ലാം ഇപ്പം മനുഷ്യനെ കാണാൻ ആർക്കും ആരെയും കണ്ടുകൂടാ. മനുഷ്യൻ മൃഗങ്ങളെയാണ് കാണുന്നത്, മനുഷ്യനെയല്ല കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെയൊക്കെ സ്വഭാവമാണ് ഇന്ന് മക്കളിലേക്ക്, ഈ തലമുറയിലേക്ക് വന്നത്. നമ്മൾ എല്ലാവരും ആദ്യം നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാൻ, നമ്മളുടെ കുറവുകൾ, നമുക്ക് ആർക്കും ഇന്ന് ക്ഷമിക്കാനുള്ള ശക്തിയില്ല, ക്ഷമയില്ല, ആർക്കും ക്ഷമയില്ല. ഇന്ന് ദേഷ്യം വന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല. ഇന്ന് സത്യം പറഞ്ഞ് ഞാൻ പറയട്ടെ, എല്ലാവരും ഭ്രാന്തന്മാരാണ്, എല്ലാവരും ഈ കേരളം ഭ്രാന്തെന്ന് പറയുന്ന ഏതോ ഒരു കവി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കേരളം എല്ലാവരും ഭ്രാന്തരാണ്. ആർക്കും ആരെയും മനസ്സിലാക്കുന്നില്ല, ആർക്കും ആരെയും കേൾക്കാൻ സാധിക്കുന്നില്ല, ആർക്കും കേൾക്കണ്ട. എല്ലാവരും ഞാൻ എന്ത് പറയണം അത് മറ്റുള്ളവർ കേൾക്കണം. അതായത് മറ്റുള്ളവർക്ക് ആരും ചെവി കേൾക്കുന്നത്. ആദ്യം നമ്മളെ തന്നെ നിയന്ത്രിക്കുക. ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുക, എൻ്റെ മനസ്സിനെയും ശരീരത്തെയൊക്കെ. ഈ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ അന്ന് ഈ അക്രമാസക്തികൾ തുടങ്ങി എല്ലാവരും. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, എല്ലാ വീട്ടിൽ നിന്ന് തന്നെ അത് തുടങ്ങുക. സ്കൂളുകൾക്ക് ഒരു പരിധിയുണ്ട്. നമ്മുടെ വീട്ടിൽ എന്താ കാണിക്കുന്നത്? ഭർത്താവ് കുടിയനാണോ? അവിടെ പിന്നെ അമ്മയെ തല്ലൽ, പാത്രങ്ങൾ വലിച്ചെറിയൽ, ഇതെല്ലാം ഈ മക്കൾ കണ്ടുപിടിക്കുകയാണ്. മനസ്സിലായി? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരിൽ. അപ്പം അതിങ്ങനെ പതിഞ്ഞ് അത് മനസ്സിലിരുന്ന് നീറിയാണ് ഈ കുട്ടികളെല്ലാം അക്രമാസക്തരാകുന്നത് ഒരു പ്രായം വരുമ്പോൾ കേട്ടോ. അപ്പം വീട്ടിൽ വലിയ പ്രാധാന്യമുണ്ട്, സിനിമാക്കാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ കുട്ടികളെല്ലാം ഈ തരത്തിലായതിൽ വീട്ടുകാർക്ക് പങ്കുണ്ട്, പിന്നെ സിനിമാക്കാർക്ക് പങ്കുണ്ട്. പിന്നെ ഈ ജയിലിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ അക്രമാസക്തി അക്രമാസക്തരായ ഈ മക്കളെ ജയിലിൽ അടച്ചിട്ട് ജയിലിൽ കഴിഞ്ഞ് വന്ന് ഇവർ പോകുന്നത് അങ്ങനെ വീണ്ടും താഴോട്ടാണ്. താഴോട്ട്. അപ്പോൾ അവരെ അതിൽ നിന്ന് വീണ്ടും അതിലേക്ക് വിടാതെ നല്ല സ്കൂളുകളിൽ ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിൽ ഈ ക്രിമിനൽസിന് വേണ്ടി നല്ല സ്കൂളുകൾ അവരെ കൗൺസിലിങ്ങൊക്കെ തുടർന്ന് കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ ആ സ്കൂളുകളിൽ അവരെ ചേർക്കുക. കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ എന്താ തോന്നിയത്, ഞാൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, ഞാൻ വെറും സാധാരണക്കാരിയാണ്. പക്ഷേ നമ്മുടെ ഈ ഇട്ടാവട്ട കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ വേദനയോടുകൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. ആർക്കും നാളെ ഒന്നും വരരുത്. ഇന്നത്തെ പിള്ളേർ പോകുന്നത് കാണുമ്പോൾ സങ്കടം വരുവാണ്. നമ്മുടെ പിള്ളേരെല്ലായിരിക്കും, നമ്മുടെ മക്കളാണ് ഇന്ത്യ, നമ്മളെല്ലാവരും ഒരു മക്കളാണ്, ഒരു ദൈവത്തിൻ്റെ മക്കളാണ് കേട്ടോ. ഇപ്പം നാളെ നമ്മളിൽ നിന്ന് തുടങ്ങണം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം മക്കളെ സ്നേഹം എന്ന് വിട്ടുപോയ അന്നാണ് ഇതൊക്കെ തുടങ്ങിയത്. ഇന്ന് ആരിലും സ്നേഹമൊന്നുമില്ല, ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഈ വയലൻസിനും അക്രമാസക്തത്തിനൊക്കെ കാരണം സ്നേഹമില്ലായ്മയാണ്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സ്കൂളിൽ നിന്ന് അതെല്ലാം മുറിച്ച് കളഞ്ഞ്, ആ കാറ്റീസം പോലെയുള്ള ഖുറാൻ പഠിപ്പിക്കലും അതെല്ലാം മുറിച്ചോ അതോടെ മക്കളിൽ നിന്നെല്ലാം സ്നേഹം മാറി. അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളും ദൈവം ഇനി ഒരു കുഞ്ഞു പോലും ഇങ്ങനെ ഇനിയുള്ള തലമുറ
ഇങ്ങനെ വരരുത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു കൈ കോർത്ത് പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കാം. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവനുള്ള എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ എല്ലാവരുടെയും മക്കളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട്. നമുക്ക് എല്ലാവർക്കും കൈ കോർത്ത് പിടിച്ച് ഈ മക്കളാരും ഇനി നശിക്കരുത്, ആരും നശിക്കാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടുകൂടി എല്ലാവരും ചേർത്ത് പിടിക്കാം, എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കാം, മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കാം. എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമുക്ക് ചെയ്യാം മറ്റുള്ളവർക്ക്. സ്നേഹത്തിൻ്റെ അഭാവമാണ് ഇതിനെല്ലാം കാരണം. എല്ലാ സ്നേഹിക്കാൻ പഠിപ്പിക്കുക മക്കളെ. നമുക്ക് എല്ലാ ഡോക്ടറും ഇതൊന്നുമല്ല ആവശ്യം. സ്നേഹിക്കാം. മനുഷ്യന് ഇന്ന് എല്ലാവർക്കും പഠിത്തമുണ്ട്, എല്ലാവരും എഡ്യൂക്കേറ്റഡാണ്. പക്ഷേ എന്താ, സ്നേഹമില്ല കുടുംബത്ത്. എല്ലാവരും മക്കൾ ഈ കാണിക്കുന്ന ഈ അക്രമാസക്തരായ ഈ മക്കളെല്ലാവരും വലിയ വലിയ കുടുംബത്തിലെ ആൾക്കാരായിരിക്കാം. സ്നേഹം എന്നർത്ഥം മുറിച്ച് ഒരു ചുറ്റിക വെച്ച് തലയ്ക്കൊക്കെ അടിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തുവാണ്? സ്നേഹം എന്നുള്ള സാധനമേ ഇല്ലായിരുന്നു. ആ അല്ലെങ്കിൽ പോട്ടെ, അവൻ സ്നേഹിക്കുന്ന പെണ്ണുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്നും സ്നേഹമല്ല. എല്ലാ സ്നേഹത്തിന് കളങ്കം വന്നു. ഇന്ന് ഒരു പരിശുദ്ധമായ സ്നേഹം ആരിലും കാണാനില്ല. എല്ലാം എന്തിനൊക്കെയോ വേണ്ടി സമ്പാദിക്കാൻ, കാര്യം നേടാനുള്ള സ്നേഹമാണ് ഇന്ന് ലോകത്തിൻ്റെ സ്നേഹം. ലോകത്തിൻ്റെ സ്നേഹം ഇന്ന് അങ്ങനെയാണ്. കാര്യം, നിനക്ക് കാശുണ്ടോ എന്നാൽ സ്നേഹിക്കാൻ ആളുണ്ട്. നിനക്ക് നിനക്ക് കാറുണ്ടോ എന്നാൽ അത് വെച്ച് സ്നേഹിക്കും. നിനക്ക് വലിയ പണക്കാരാണോ, എല്ലാ പണക്കാരും പുറകിൽ പോയിട്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. പണക്കാരുടെ കുടുംബത്താണ് കൂടുതലും ഈ അക്രമാസക്തരായ മക്കളുണ്ടായത് കേട്ടോ. അപ്പം സങ്കടം കൊണ്ട് പറയുന്നതാണ്, ഇനി ഒരു കുഞ്ഞും ഈ തലത്തിലേക്ക് വരരുതും. ഒരു കുഞ്ഞും നശിക്കാൻ പാടില്ല, ആരും നശിക്കാൻ പാടില്ല കേട്ടോ. ദൈവസ്നേഹം കൊണ്ട് എല്ലാവരും നിറയപ്പെടട്ടെ. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവകരങ്ങളെ, ലോകം മുഴുവനെയും എല്ലാവരും ദൈവകരങ്ങൾ, ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ല മനുഷ്യരാണ്. ഒരു പൊടിക്ക് എല്ലാവരും താഴ്ന്നാൽ, ഒന്ന് എളിമപ്പെട്ടാൽ അപ്പോൾ അവിടെ സ്നേഹത്തിന് സ്ഥാനമുണ്ടാവും കേട്ടോ. നമുക്കാർക്കും ഇന്ന് താഴാൻ പറ്റുന്നില്ല. ഞാനാണ് വലുത്. കാരണം സ്നേഹത്തിൻ്റെ അഭാവമാണിത്. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു കുഞ്ഞും നശിക്കാൻ ഇടവരുത്തരുത്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് നമുക്ക് ഈ മക്കളെ നാളത്തെ നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.